വണ്ടി നിറയെ 1,05,000 രൂപയുടെ സാധനങ്ങളുമായിട്ട് കേരളത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും പത്മനാഭന്റെ ഒരു വിളി. അതെ, അങ്ങനെ നമ്മൾ എത്തി ലാൻഡ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ മോളായ മോൾ ഓഫ് ട്രാവൻകൂർ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് നമ്മുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമച്ചേച്ചിയും അതുപോലെ തന്നെ കൃഷ്ണേന്ദു ഉണ്ട്. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സൂര്യ TV പരമ്പരയായ ചാരുലതയും. അതെ, എങ്ങനെ പോകുന്നു നമ്മുടെ പെയ്തൊഴിയാതെ സീരിയല്? പറ കേക്കട്ടെ. അതിഗംഭീരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടങ്ങിയത് ഹലോ ഇത് KK രാജീവ് പരമ്പരയാണ്. നമ്മള് ലോഞ്ച് ചെയ്ത നമുക്കൊന്നും ഒരു വിലയുമില്ല. പോട്ടെ, അപ്പൊ നമ്മള് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത നമ്മുടെ കണ്ടസ്റ്റൻസിനെ നമുക്ക് തൂക്കിയാലോ? കളറായിട്ട് ഇങ്ങനെ കണ്ടസ്റ്റൻസും പ്രേക്ഷകരും ഒക്കെ കൂടെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു നിൽക്കുക. ചേച്ചി അങ്ങോട്ട് വിളി ചേച്ചി, വരൂ ഒരു കേറി. ഇങ്ങ് കേറി പോരാ, അടിച്ച് കേറി വാ. ഇവിടെ നമുക്ക് 5 പേരെ മത്സരിക്കാനുള്ളൂ. ഒരു 8 പേരുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കൃത്യമായിട്ട് നടക്കത്തുള്ളൂ ടോട്ടൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്നും ഒരു 3 പേരെ കൂടെ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 3 പേര് വരൂ. ഞാൻ ഇങ്ങനെ എന്റെ സൈഡിലേക്ക് ആൾക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൂടി 1 2 3 4 അപ്പൊ മൊത്തത്തിൽ 9 പേരുണ്ട്. ഒരാൾക്ക് പോകേണ്ടി വരും. വലിയ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഇല്ല. എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു വിടാൻ നോക്കുന്നോടാ ദുഷ്ടാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇപ്പോൾ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യും. ആ പാട്ടിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ ചോദിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നവർക്കായിരിക്കും ഇവിടെ നിൽക്കാനും നമ്മളോടൊപ്പം പങ്കെടുക്കാനുമുള്ള അർഹത ഉണ്ടാവും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഡിഷൻസിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തവർക്കായിരിക്കും മുൻഗണന കേട്ടോ. ഡാൻസ് കളിച്ചോ, കൂടെ ആലോചിച്ചോണം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണ്? കൈവക്കിക്കോ. ആദ്യം കൈവക്കിയത് ഇവിടെ ഈ ആ ചെറുക്കൻ വിജയ്. ഞാൻ വിജയ് ദളപതി. കൈബൊക്കിയ നമ്മുടെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുന്ന. നിങ്ങൾ കൈബൊക്കിയില്ലേ? നിങ്ങൾക്ക് കൂടെ അവസരം തരാം ഉത്തരം പറയാനായിട്ട്. പറഞ്ഞോ, നിങ്ങൾക്കാണ് പരിഗണന, അതുകൊണ്ടാണ്. വിജയ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. വിജയ് തന്നെ. വിജയ് കറക്റ്റ് ആൻസർ വിജയ് ആണ്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ 1 2 3 പിന്നെ ഇവിടെ 4 പേരാണ്. അപ്പൊ ഇതിൽ ഓഡീഷൻ ചെയ്ത് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവർ 2 പേരും. അപ്പൊ നമ്മള് ഈ ഫസ്റ്റ് റൗണ്ടിലേക്ക് ഇവർ 2 പേരെ സെലക്ട് ചെയ്യാണ്. ഇനി പോകെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, പോരുത് കേട്ടോ. ദിവ്യ പറയൂ, ദിവ്യ എന്ത് ചെയ്യുന്നു? ദിവ്യയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, പറയൂ. ഞാനിപ്പോ LLB ചെയ്യുവാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നു. ഒരു സിംഗിൾ പാരന്റ് ആണ്. അടിപൊളി, സൂപ്പർ. ഞാൻ ദിവ്യനെ എവിടെയോ കണ്ട് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദിവ്യയോട് ചോദിക്കാം, ദിവ്യ ഈ വാർത്തകളിലൊക്കെ വന്ന് ഒരാളാണല്ലോ, എന്താണ് വിഷയം? പറയൂ, ഞങ്ങൾ കേക്കട്ടെ. ഞാനൊരു കല്യാണം കഴിച്ചു. അല്ല, ഞാന് പഠിച്ചോണ്ട് അത്യാവശ്യം ഇവന്റ്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ എന്റെ ഫാമിലി എന്നോട് പറഞ്ഞു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഫാമിലി എനിക്കൊരാളെ കണ്ടുപിടിച്ച് തന്നു. പക്ഷെ ആ ടൈമിൽ ഞങ്ങൾക്ക് ജ്യോതിഷം ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വന്ന് കല്യാണം കഴിച്ചു. പക്ഷെ ഞാനൊരു ഡൗറിയുടെ വിക്റ്റിമാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്, മോളോടെ ഇരിപ്പുണ്ട്. സാരംഗി ഇപ്പോ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പൊ എന്നെ പോലെ ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറെ ധൈര്യമില്ലാത്ത ഒരുപാട് ആൾക്കാര് ഇതിങ്ങനെ അനുഭവിച്ചിട്ട് ഫാമിലി ആയതുകൊണ്ട് മാത്രം കടിച്ചു പിടിച്ചു പോകുന്നു. അവരോട് എന്താ പറയാനുള്ള? അങ്ങനെ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ഒരു വലിയ സംഭവം അല്ല. കാരണം ഞാനിത് അനുഭവിച്ചതിന് ശേഷം എന്നെ പോലെ അനുഭവിക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണം.
ഇല്ല അങ്ങനെയല്ല ഇപ്പൊ നല്ല നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അതെ അതെ ആ, അതെ അങ്ങനത്തെ അതല്ലല്ല. bracket പിന്നെ പറയണം. അതെ, അതെ. Generalize ചെയ്യരുത്. 100 പേരിൽ എത്ര പേർക്ക് എന്നുള്ളത് ഒരു റേഷ്യോ ഉണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ആവണം ആ, എന്നില്ല. ചിലർക്ക് ഇവനായല്ലോ, ഇങ്ങനെ. അവന്റെ ഭാര്യ സൂപ്പർ അല്ലേ? അതാണ് എല്ലാവരും അറിഞ്ഞില്ലേ ഇവൻ കെട്ടിയതാണ്? അതാണ് പറഞ്ഞത്. കെട്ടിയ കുട്ടികളെയും ഭാര്യയും ഒക്കെ അന്തസ്സായിട്ട് നോക്കുന്ന നല്ല ആൾക്കാരുണ്ട്. എല്ലാ മംഗളങ്ങളും അല്ല നേരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ LLB പഠിച്ചതും Wow, LLB super. പഠിച്ചിട്ട് അതിനൊരു കൈയടി, അതിനൊരു കൈയടി. എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ലേഡീസിന് വേണ്ടിയിട്ട് ലീഗൽ അഡ്വൈസ് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ LLBക്ക് ജോയിൻ ചെയ്തത്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫൈനൽ ഇയർ ആണ്. പഠിച്ച് പാസ്സായി വക്കീലായിട്ട് ഇപ്പോഴാണ് വരും. ശരിക്കും ദിവ്യയുടെ ഒരു മതിപ്പും ബഹുമാനം കൂടിയത്. ഓക്കെ, എന്റെ പേര് രേഷ്മ. ഞാൻ NSS കോളേജില് ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. വീട്ട് നമ്മുടെ ആറ്റുകാലാണ്. ആറ്റുകാൽ നടയുന്നാണ് ഞാൻ വരുന്നത്. പേരെന്താ പറഞ്ഞ? രേഷ്മ. രേഷ്മേനെ കുറിച്ച് ഞാൻ ഒരു കഥ കേട്ടായിരുന്നു കേട്ടോ. ഒരു കാര്യമില്ല. ഒരു തേപ്പ് കഥയുണ്ട്. അതായത് കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ വക്കീലിന് ജോലിയായനെ. അമ്മാതിരി ഒരു തേപ്പ് കിട്ടിയിട്ട് ആ തേപ്പ് കാരണം എന്തായി പറ, ഞങ്ങൾ കേക്കട്ടെ. എടാ കൊച്ചു നിന്ന് ഉരുവുന്നടാ, പോടാ അങ്ങോട്ട്. അല്ല പറ, അത് ഞങ്ങൾ കേൾക്കണം. ആ തേപ്പ് കാരണം ഞാനിപ്പം ലൈഫിലോട്ട് വീണ്ടും മൂവ് ഓൺ ചെയ്യാണ്. എന്റെ സ്പോർട്സ് ഒക്കെ ആ ഒരു റിലേഷന് വേണ്ടി ഞാൻ എന്ത് സ്പോർട്സ് ആണ് സ്പോർട്സിൽ കയ്യിലുള്ളത്? ഏതായിട്ടാണ്? എന്താണ്? ഹാൻഡ്ബോൾ ആണ്. ഹാൻഡ്ബോൾ. Wow, super. ഏത് ലെവൽ വരെ പോയി? 2022 ട്രിവാൻഡ്രം പ്ലെയർ ആണ്. ആണല്ലേ? അടിപൊളി. ഒരു പ്രിയപ്പെട്ട എമോട്ടി, ഒരു സ്റ്റേറ്റ് ലെവൽ ഹാൻഡ്ബോൾ അത് പ്ലെയർ ആണ്. ട്രിവാൻഡ്രം. അതാണ് നമ്മുടെ ട്രിവാൻഡ്രം represent ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ 1 year ആയിട്ട് ബാക്ക് എടുത്ത് നിൽക്കായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം പൊട്ടിച്ച് മുന്നോട്ട് പോവാണ്. ആ അല്ല, കണ്ണീരിൽ ചങ്ങലയൊക്കെ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് ഇനി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയെ നോക്കുക, മൂവ് ഓൺ ചെയ്യുക, സ്പോർട്സിൽ വീണ്ടും കയറുക. അടിപൊളി, കേറി വാ. അങ്ങനെ ഈ തേപ്പിന്റെ കഥ കേട്ടുകൊണ്ട് ആദ്യത്തെ ലെവലിൽ തേപ്പ് പെട്ടിയും സമ്മാനമായി ലഭിക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം എയർ ഫ്രയറും ഉണ്ട്. 5000 രൂപ വില മതിക്കുന്ന ലെവൽ 1ലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കാല് വെക്കാൻ പോവുകയാണ്. Yes, this is Mighty Future Arch Carry. ലെവൽ 1 എന്താണെന്ന് നോക്കാം.